രാവിലെ 7 മണിയാകുമ്പോഴേക്കും നമ്മുടെ പപ്പിക്കുട്ടൻ ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ട് ഗേറ്റിൻ്റെ അവിടെ ഉണ്ടാവും കേട്ടോ. പാലും ബിസ്ക്കറ്റും കഴിക്കാൻ വേണ്ടിയിട്ട് വരുന്നതാണ്. ചില സമയത്ത് രാവിലെ പാലും ബിസ്ക്കറ്റും കൂടി കഴിച്ചിട്ട് പോയാൽ ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ പറ്റില്ല കേട്ടോ. അപ്പം ഞാനിതേപോലെ മീൻ വാങ്ങിയ ദിവസം അതിൻ്റെ തലയും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതിന് തിരയും. ചിലപ്പോൾ കാണില്ല. അങ്ങനെ ഉച്ചയ്ക്ക് വരാത്ത ദിവസമാണെങ്കിലോ രാത്രി ഭാവമായിട്ട് വരുന്ന സമയത്ത് ഓടി വരും കേട്ടോ. അപ്പോൾ വീണ്ടും ബിസ്ക്കറ്റ് കഴിച്ചിട്ട് തിരിച്ചു പോവും. അതെല്ലാം ആൾക്ക് നല്ല വിശപ്പൊക്കെയാണ് എന്ന് മനസ്സിലായി. അതുപോലെ ഞാൻ മീൻ ക്ലീൻ ചെയ്യണതോ അല്ലെങ്കിൽ രാവിലെ മീൻ വാങ്ങണതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഒരു 11 മണിക്ക് 12 മണിയാകുമ്പോഴേക്കും നമ്മുടെ പൂച്ചക്കുട്ടികൾ ഫുഡ് കഴിക്കുന്ന സമയമാകുമ്പോഴേക്കും ഓടി വന്നിട്ട് ഗേറ്റിൻ്റെ അവിടെ വന്നിരിക്കും ചെയ്യട്ടോ. അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഈ പപ്പിക്കുട്ടിന് കുറച്ച് ബുദ്ധിക്ക് കുറവുണ്ട് കേട്ടോ. എല്ലാ ഡോഗ്സിനെ പോലെ നല്ലൊരു ഓർമ്മ ബുദ്ധിയൊന്നുമില്ല. ഒരു സാധുവാണ് കേട്ടോ. ആരെയും കടിക്കാനോ ഉപദ്രവിക്കാനോ ഒന്നും ചെയ്യാത്ത ഒരു സാധു ഡോഗാണ് കേട്ടോ അത് നമ്മുടെ പപ്പിക്കുട്ടൻ. അപ്പോൾ ഇതാ നമ്മളങ്ങനെ മീനൊക്കെ വേവിക്കുന്ന സമയത്ത് വന്നു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അപ്പോൾ ഞാൻ വെള്ളം ഗേറ്റിൻ്റെ പുറത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതാണ് കാണാത്തത്. അപ്പോൾ പപ്പിക്കുട്ടനും പൂച്ചക്കുട്ടികളൊക്കെ നല്ല രുചിയോട് കൂടിയിട്ട് ഊണ് കഴിച്ചിട്ട് ഉറങ്ങുന്നതാണ് നമുക്കും മനസ്സിന് സുഖം.